ഈ CAA മതപരമായി ജനങ്ങളെ വിഭജിക്കുന്നു എന്നാണ് വലിയ വിമർശനം. അത് ഏത് രീതിയിലാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രാജ്യത്ത്? അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അത് തെരഞ്ഞെടുപ്പ് പൗരത്വ നിയമം വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇടത് സർക്കാർ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് വളരെ ദൃഢമായി പറയുന്നത്. നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ, അവർക്ക് എത്രക്ക് സ്വാധീനമുണ്ട് എന്നതൊക്കെ അപ്പുറത്തേക്ക് അതങ്ങനെ ഒരു ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഇടത് സർക്കാർ എവിടെയുണ്ട്. അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിലൊരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളൊരു ആരോപണം വരുന്നു. ഇതിനെതിരെ കർശനമായ നിലപാട് ആപ്പ് സ്വീകരിച്ചു. ആപ്പ് സ്വീകരിച്ചതിനെ തുടർന്ന് അവിടെ കെജ്രിവാളിൻ്റെ വീട്ടിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഈ അഭയാർത്ഥികളായി ഡൽഹിയിൽ നിന്നെത്തിയിട്ടുള്ള സിഖ് വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരും എല്ലാം കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. കെജ്രിവാൾ പൊട്ടിത്തെറിച്ച് ഇത് പാകിസ്ഥാൻകാരുടെ ഒരു ഇതാണ്, അവർ ഈ രാജ്യത്ത് വന്ന് അവർക്കിങ്ങനെ പ്രതിഷേധം നടത്താൻ എന്താ അവകാശമുണ്ട് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ രോഹിണി അതുപോലെയുള്ള ഈ ഡൽഹിയിലെ ആദർശ് നഗർ, സിഗ്നേച്ചർ ബ്രിഡ്ജ്, ഇവിടെയൊക്കെ ഇങ്ങനെ പൗരത്വമില്ലാത്ത സിഖ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ശക്തമായി രംഗത്ത് വരുന്നു. ഏതായാലും ഇത് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് BJP നടത്തുന്നത് എന്ന് ഒരു വിഭാഗം BJP എതിർക്കുന്നവർ ആരോപിക്കുമ്പോൾ അമിത്ഷാ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ, അതായത് ഇവർക്ക് പൗരത്വം നൽകരുത്, ഇവരെ പാകിസ്ഥാനികൾ എന്ന് കെജ്രിവാൾ വിളിച്ചു. പക്ഷേ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അങ്ങനെ വിളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നൊരു ചോദ്യം ഒക്കെ ഉയരുന്നു. ഏതായാലും ആ വിഷയങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ED-യുമായി ബന്ധപ്പെട്ട കേസ്. ഇന്ന് കവിതയെ BRS നേതാവ് കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യലിൽ കൊണ്ടുപോവുകയാണ്. അവർക്കൊപ്പം തന്നെ മുൻ മന്ത്രിയും ഉണ്ട്, പ്രശാന്ത് റെഡ്ഡിനെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ED റെയ്ഡുകൾ. അതോടൊപ്പം നേരത്തെ തന്നെ ED കേസിൽ പെട്ടിട്ടുള്ള ആളാണ് ഈ കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള പ്രയാസം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തടഞ്ഞു വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹർജി ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി തള്ളുകയും ചെയ്തിരുന്നു. അതുപോലെ മനു, പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, കേരളത്തിൽ വന്നിരുന്നു. ഈ പ്രചാരണം കേരളത്തിൽ ഇത്തവണ അദ്ദേഹം എത്തുന്നത് 3 മാസത്തിനിടയിൽ 4ാം തവണയാണ്. ഒപ്പം തന്നെ ഈ അടുത്ത ദിവസം പാലക്കാട്ടേക്ക് കൂടി എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പ്രചാരണം ഈ ഒരു അവസാന ഒരു വലിയ ചൂടിലേക്ക് ഈ തീയതികൾ പ്രഖ്യാപിക്കുമ്പോഴേക്ക് ആവുകയില്ല. ഇനിയും മോദി കേരളത്തിലും തമിഴ്നാട്ടിലും വരാനുള്ള ഒരു സാധ്യതകളുണ്ട്. എന്താണ്? അപ്പോൾ പ്രധാനമന്ത്രി 19-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ പ്രചരണം സൗത്ത് ഇന്ത്യയിൽ ശക്തമാക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 19 വരെ സൗത്ത് ഇന്ത്യയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 17-ന് ഹൈദരാബാദ് കേന്ദ്രമാക്കി അദ്ദേഹം ഈ TDP അതുപോലെ BJP ജനസേന പാർട്ടി ഒരു വലിയ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ നാഗർ കർണൂലിൽ അദ്ദേഹം എത്തും. അവിടെ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ വലിയ റാലിയുണ്ട്. ഗുൽബർഗ നമുക്കറിയാം, ഗുൽബർഗ മണ്ഡലം നമുക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു എന്നതുപോലെ മല്ലികാർജുൻ ഖാർഗെ തോറ്റ മണ്ഡലമാണ് ഗുൽബർഗ. അവിടുത്തെ ഈ കലബുർഗി എന്ന പ്രദേശത്ത് പ്രധാനമന്ത്രി എത്തുന്നു. അവിടെ ഈ വലിയ ഭൂരിപക്ഷത്തിനാണ് മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അപ്പോൾ അതുപോലെ വലിയ ആത്മവിശ്വാസത്തിലാണ് മോദി പറയുന്നത് കേരളത്തിൽ 2 അക്കം സീറ്റ് നേടും, 400-ലധികം സീറ്റ് കേന്ദ്രത്തിൽ പിടിക്കും എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ശബരിമലയൊക്കെ ഉയർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം. അതെ, കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഉമേഷ് യാദവ് എന്ന ഈ കലബുർഗിയിലുള്ള അല്ലെങ്കിൽ ഗുൽബർഗ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഉമേഷ് യാദവിന് വേണ്ടിയുള്ള പ്രചരണം ഉണ്ടാകും. മറ്റൊരു വലിയ വിഷയം ഈ കോയമ്പത്തൂർ റോഡ് ഷോ ഒരു തർക്ക വിഷയമായിരുന്നു. അതിന് അനുമതി നൽകില്ല എന്നുള്ള തമിഴ്നാടിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. പോലീസ് അവിടെ നേരത്തെ നമുക്കറിയാം 98-ൽ വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായി. LK അദ്വാനിയുടെ എന്നൊരു പ്രചരണത്തിൻ്റെ ഭാഗമായാണ് സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ അതിന് മുമ്പ് കോയമ്പത്തൂരിലൊരു വർഗീയ കലാപം ഉണ്ടായിരുന്നു. ആ വർഗീയ കലാപത്തിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ വർഗീയ കലാപത്തോടുള്ള തിരിച്ചടി എന്ന നിലയിലാണ് LK അദ്വാനി ടാർഗറ്റ് ചെയ്തുള്ള ഒരു അറ്റാക്ക് ഉണ്ടായത് എന്നൊക്കെ അന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഏതായാലും ആ സ്ഥലത്തൊക്കെ കൂടി വീണ്ടും ഒരു റോഡ് ഷോ വരുന്നതിനെ തടയാനായിട്ട് അവിടെ പോലീസ് നിൽക്കുന്നു. ഏതായാലും കോടതി ഇന്ന് ആ റോഡ് ഷോ നടത്താനുള്ള അനുമതി പ്രധാനമന്ത്രി കൊടുത്തിരിക്കും. അപ്പോൾ മാർച്ച് 18-ന് അവിടെ തമിഴ്നാട്ടിലായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാകുക എന്ന് വ്യക്തമാകുന്നു. ഈ ഈറു കമ്പനി മുതൽ മേട്ടുപ്പാളയം റോഡിലുള്ള അവിടെ മുതൽ ഈ HPO ജംഗ്ഷൻ RS പുരം വരെയുള്ള സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ റാലി. അതുപോലെ തന്നെ കർഷകർ